പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം പാകിസ്ഥാനുമായി യാതൊരുവിധ അടുപ്പത്തിനുമില്ലെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇന്ത്യ. സത്യം പറഞ്ഞാൽ കുറച്ച് വർഷങ്ങളായി പാകിസ്ഥാനുമായുള്ള വ്യാപാര, സാമ്പത്തിക, രാഷ്ട്രീയ സഹകരണം ഇന്ത്യ പ്രോത്സാഹിപ്പിക്കുന്നില്ല. എന്നിട്ടും ഇന്ത്യയിൽ നിന്നുമുള്ള ഇറക്കുമതി പാകിസ്ഥാൻ കുറയ്ക്കുന്നില്ല എന്ന് മാത്രമല്ല, ഇറക്കുമതി വർദ്ധിപ്പിച്ചിരിക്കുകയാണ് എന്നാണ് ഇക്കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഇന്ത്യയെ മാത്രമല്ല ചൈനയെയും പാകിസ്ഥാൻ വലിയ തോതിൽ തന്നെ ആശ്രയിക്കുന്നുണ്ട് എന്നതിനുള്ള തെളിവാണ് ചൈനയിൽ നിന്നുള്ള ഇറക്കുമതിയും പാകിസ്ഥാൻ വർദ്ധിപ്പിച്ചിട്ടുള്ളത്. എന്നാലോ ഇന്ത്യയിലേക്കും ചൈനയിലേക്കുമുള്ള പാകിസ്ഥാന്റെ കയറ്റുമതി കുറയുകയും അതേസമയം മറ്റ് അയൽ രാജ്യങ്ങളായ ബംഗ്ലാദേശ്, നേപ്പാൾ, ശ്രീലങ്ക, അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് പാകിസ്ഥാന്റെ കയറ്റുമതി കൂട്ടുകയുമാണ് ഉണ്ടായത്. മാർച്ച് 31 അവസാനിച്ച സാമ്പത്തിക വർഷത്തെ കണക്കുകൾ പരിശോധിച്ചാൽ ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാൻ വാങ്ങിച്ചത് $220.58 ദശലക്ഷം ചരക്കുകളാണ്. അതിനു മുമ്പുള്ള സാമ്പത്തിക വർഷം $206.89 ദശലക്ഷം ആയിരുന്നു എന്ന് ഡോൺ റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. പാകിസ്ഥാൻ സ്റ്റേറ്റ് ബാങ്കിന്റെ കണക്കുകൾ ഉദ്ധരിച്ചാണ് വാർത്ത പുറത്തു വന്നിരിക്കുന്നത്. 2023 സാമ്പത്തിക വർഷം പാകിസ്ഥാൻ ഇന്ത്യയിൽ നിന്ന് വാങ്ങിയത് $190 ദശലക്ഷം ചരക്കുകളായിരുന്നു. 2024 സാമ്പത്തിക വർഷം പക്ഷേ ഈ കണക്കുകളിൽ നിന്നും വർധനവുണ്ടായി. മാത്രമല്ല ഇക്കഴിഞ്ഞ സാമ്പത്തിക വർഷം അത് വീണ്ടും വർദ്ധിച്ചിട്ടുണ്ട്. അതായത് ഇന്ത്യയിലേക്കുള്ള കയറ്റുമതി കുറച്ചുകൊണ്ട് പാകിസ്ഥാൻ ഇന്ത്യയെ ആശ്രയിക്കുന്നത് തുടരുകയാണ് എന്ന് സാരം. ഈ വർഷം മാർച്ച് വരെയുള്ള സാമ്പത്തിക വർഷം പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് കയറ്റുമതി ചെയ്തത് $1.43 ദശലക്ഷം ചരക്കുകളാണ്. അതിനു മുമ്പുള്ള വർഷം ഇത് $3.6 ദശലക്ഷമായിരുന്നു. അതായത് കഴിഞ്ഞ സാമ്പത്തിക വർഷം പാകിസ്ഥാന്റെ ഇന്ത്യയിലേക്കുള്ള കയറ്റുമതി കുറയുകയാണ് ചെയ്തത്. ഇന്ത്യയിൽ നിന്നും വാങ്ങുന്ന ചരക്കുകൾ കൂടുകയും ചെയ്തു. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ വലിയ വ്യാപാര കമ്മി നിലനിൽക്കുന്നുണ്ട്. ഏപ്രിലുണ്ടായ പഹൽഗാം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ കടുത്ത നടപടി സ്വീകരിച്ചിരുന്നു. പാകിസ്ഥാനിലേക്കുള്ള ചരക്കുകൾ കൊണ്ടുപോകുന്ന കപ്പലുകൾക്ക് ഇന്ത്യ നിരോധനം ഏർപ്പെടുത്തുകയും ഉണ്ടായി. മാത്രമല്ല പാകിസ്ഥാനിൽ നിന്നുള്ള ചരക്കുകൾക്ക് ചുങ്കം ഇരട്ടിയാക്കുകയും പാകിസ്ഥാനിലേക്കുള്ള പല കയറ്റുമതിയും നിർത്തിവെക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ വരുന്ന സാമ്പത്തിക വർഷത്തെ കണക്കുകൾ വിലയിരുത്തുമ്പോൾ വലിയ വ്യത്യാസം ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. അതേസമയം പാകിസ്ഥാൻ വളഞ്ഞ വഴി ഇന്ത്യൻ വിപണി പിടിക്കുന്നു എന്ന വാർത്തകളും നിലവിലുണ്ട്. UAE ഉൾപ്പെടെയുള്ള GCC രാജ്യങ്ങൾ വഴി ഇന്ത്യയിലേക്ക് വരുന്ന പല ചരക്കുകളും പാകിസ്ഥാന്റേതാണ് എന്ന ആരോപണം നിലനിൽക്കുന്നുണ്ട്. മൂന്നാം രാജ്യത്തിലൂടെ പാകിസ്ഥാന്റെ ഡ്രൈ ഫ്രൂട്ട്സ് ഉൾപ്പെടെ ഇന്ത്യയിൽ എത്തുന്നു എന്നാണ് പ്രചരണം. ഇക്കാര്യം പരിശോധിക്കാൻ ഇന്ത്യ UAEയോട് ആവശ്യപ്പെട്ടിരുന്നു. ഇതിൽ നിന്നൊക്കെ ഇന്ത്യ എത്രയൊക്കെ അവഗണിച്ചാലും പാകിസ്ഥാന് ഇന്ത്യ ഇല്ലാതെ പറ്റില്ല എന്ന കാര്യമാണ് വ്യക്തമാവുന്നത്. പാകിസ്ഥാനോട് കൂടുതൽ സ്നേഹം കാണിക്കുന്ന ചൈനയുടെ കാര്യവും മറിച്ചല്ല എന്ന് വേണം പറയാൻ.